എൻ്റെ പേര് ജുനൈദ് എന്നാണ്. ഞാൻ സ്നോബൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 2012 ഒരുമിച്ച് പഠിച്ച രണ്ടാളുകൾക്ക് തോന്നിയ ഒരു ആശയമാണ്. എൻ്റെ സിഇഒൻ്റെ ക്ലാസ്മേറ്റ് ആണ് മിസ്റ്റർ റാഫി, ഇവിടെ ഉണ്ട്, കമ്പനിയുടെ സിഇഒ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് 2012 സ്നോബൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം മലപ്പുറം മഞ്ചേരി ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മലബാറിലെ ഒരു IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ടാണ്. ആക്ച്വലി രണ്ടുപേരും ബാംഗ്ലൂരാണ് പഠിച്ചത്. BSc ITIM ആണ് ചെയ്തിട്ടുള്ളത്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആക്ച്വലി ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്ത് നിന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ മലബാറിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സെർവ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നപ്പോഴാണ് നമ്മൾ ഈ കമ്പനി മലപ്പുറത്ത് ലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ നാറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മുടെ കമ്പനിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി ട്രാൻസ്ഫോംസ് ദ വേൾഡ് ഇൻ കൺവീനിയൻറ്റ് സ്മാർട്ട് സൊസൈറ്റി എന്നാണ്. നിങ്ങളൊക്കെ എനിക്കറിയാം നല്ല പ്രൊമിനന്റ് ആർക്കിടെക്ട്സ് ആണ്, നിങ്ങൾക്കൊക്കെ നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടാവും. എല്ലാ പ്രൊജക്റ്റുകളിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഏതൊരു ടീമിനെ നിങ്ങൾ ഓൺബോർഡ് ചെയ്യുമ്പോഴും നമുക്ക് അവരെ കൊണ്ട് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഒരു ഹെഡ് ഏക്ക് ഉണ്ടാവരുത്. നമ്മൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണോ വേറെ എന്ത് ബെനിഫിറ്റിലുപരി അവരെ റെഫർ ചെയ്തത് കൊണ്ട് നമുക്ക് നാളെ അവരെ കൊണ്ട് ഒരു ഹെഡ് ഏക്ക് ഉണ്ടാവരുത് എന്നുള്ള ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മളെ വിഷൻ നമ്മളവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുള്ള അവിടെയാണ്. കാരണം കൺവീനിയൻറ്റ് സ്മാർട്ട് സൊസൈറ്റിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് ടെക്നോളജി കൊടുത്താലും എന്താ ഹൈ എൻഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ആസ് എ ക്ലയന്റ്, ആസ് എ ആർക്കിടെക്ട്, അത് ക്ലയന്റിനും നിങ്ങൾക്കും കൺവീനിയന്റ് ആവണം. അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ വെച്ചിട്ടുള്ള ഒരു സ്മാർട്ട് വേൾഡ് ബിൽഡ് ചെയ്യാന്നുള്ള നമ്മളൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ സ്റ്റാഫിന്റെ ആയാലും നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആയാലും അതുപോലെ നമ്മളെ ക്ലയന്റിന്റെ ആയാലും ഇവരുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, നല്ലൊരു പ്രൊഫഷണൽ ഇന്റഗ്രിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല എക്സലന്റ് IT ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് കൊടുത്തിട്ട് ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും ഇൻഡസ്ട്രി വെർട്ടിക്കൽസിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് ഉണ്ട്, എനർജി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, റെസിഡൻഷ്യൽ. ബേസിക്കലി സ്നോബൽ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഹോം ഓട്ടോമേഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. We are purely ELV സ്മാർട്ട് IT ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻ പ്രൊവൈഡർ. അപ്പൊ എക്സ്ട്രാ ലോ വോൾട്ടേജ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോട്ടൽ IT സൊല്യൂഷൻസ് ആണ് സ്നോബൽ ടെക്നോളജീസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫ്രം ദ ബിഗിനിങ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൺസൾട്ടേഷൻ പാർട്ട് മുതൽ നമ്മൾ അതിന്റെ ഡ്രോയിങ്, ELV ഡ്രോയിങ് കൺസൾട്ടേഷൻ, അതിന്റെ കേബിളിങ്ങിന്റെ പാർട്ട് വരെ നമ്മൾ ഒരു ടീമിനും സബ് കോൺട്രാക്ട് ചെയ്യില്ല. അപ്പൊ ചില പ്രൊജക്റ്റിൽ നമുക്ക് നല്ല ഹൈ എൻഡ് ഇലക്ട്രിക്കൽ ടീം ഉണ്ടാവും. അപ്പൊ അവരായിട്ട് നമ്മൾ കൊളാബ് ചെയ്താണ് നമ്മളെ കൺസൾട്ടേഷൻ പാർട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്താണ്ട് അവരായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ ഓൺ പ്രൊജക്ട്, ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് പ്രൊജക്ട് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ചില പ്രൊജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ കേബിളിങ്ങും കാര്യങ്ങളും നമ്മൾ ഓൺ സ്റ്റാഫാണ് എന്ത് ചെയ്യുക. അപ്പൊ അതിൽ എന്ത് വെച്ചാൽ നമുക്കൊരു ക്വാളിറ്റി ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ നമുക്ക് അതിന്റെ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്യാൻ കഴിയുന്നുള്ളൊരു സംഗതി അതിലുള്ളതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ മൂവ് ചെയ്യുന്നത്. ശരിക്കും നമ്മള് സം ഓഫ് ദ ക്ലയൻസ് ആണിത്. നമ്മൾ ഇംപെക്സ് ഇലക്ട്രോണിക്സിന്റെ ടോട്ടൽ IT ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മളാണ്. ഇപ്പം നിലവിൽ അവരുടെ ചാമരാജനഗറിലുള്ള ഒരു പ്രൊജക്ട്, നമ്മൾ ഒരു 400 CR ഒരു പ്രൊജക്ട് ഉണ്ട്. ടോട്ടൽ മാനുഫാക്ചറിങ് ഫുള്ളി AI ഓട്ടോമേറ്റഡ് ആണ് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് മൊത്തം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇംപെക്സിന്റെ TV ആണെങ്കിലും അവരുടെ ഹോം അപ്ലയൻസസ് ആണെങ്കിലൊക്കെ അവിടെ നിന്നാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽ കൺസൾട്ടേഷൻ ഇംപ്ലിമെന്റേഷൻ പാർട്ട് സ്നോബൽ ടെക്നോളജീസ് ആണ് ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 years ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ പോപ്പീസ് ബേബി കെയർ, കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റി, അതുപോലെ കുറച്ച് ക്ലയൻസ് നമുക്ക് ഓൾറെഡി എന്തുണ്ട് ഈ ഒരു സെഗ്മെന്റിലുണ്ട്. പിന്നെ നമ്മളുടെ കുറച്ച് സർവീസസ് ആണ്. എനിക്കറിയാം സർവീസസ് എന്നെക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഡേ ടു ഡേ പല പ്രൊജക്റ്റുകളിലും പല ELV അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ ഒന്ന് നെറ്റ്വർക്കിംഗ് ആണ്, പിന്നെ ഹോം ഓട്ടോമേഷനായിട്ട് ബന്ധപ്പെട്ട് നെറ്റ്വർക്കിംഗിന്റെ സൈഡിൽ പറയുമ്പോൾ അതിന്റെ ബേസിക് കേബിളിംഗ്, സ്ട്രക്ചേർഡ് കേബിളിംഗ്, ഫയർവാള്, സെർവർ മുതൽ ടോട്ടൽ സൈബർ സെക്യൂരിറ്റി വരെയുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോം ഓട്ടോമേഷൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഓട്ടോമേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ പാർട്ടിൽ തന്നെ കൊമേഴ്ഷ്യലിലും റെസിഡൻഷ്യലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമേഷൻ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ ലൈബ്രറി ഓട്ടോമേഷൻ ഉണ്ട്, പിന്നെ പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ക്രഷർ കോറി മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്രഷർ കോറികൾക്കൊക്കെയുള്ള കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകൾക്കുള്ള ഓട്ടോമേഷൻ സിസ്റ്റം നമ്മൾ ടോട്ടലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇന്റർകോം സിസ്റ്റം IPBBX, അനലോഗ് PBX പോലുള്ള ഇന്റർകോം സിസ്റ്റം ഉണ്ട്. VDP, വീഡിയോ ഡോർഫോൺസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്യൂരിറ്റി അലാറം, ഇലക്ട്രോണിക് സെക്യൂരിറ്റി അലാറം ടോട്ടൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ CCTV സിസ്റ്റം മോസ്റ്റ്ലി സ്നോബൽ ടെക്നോളജീസ് BNX എന്ന് പറഞ്ഞിട്ടുള്ള സ്നോബൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു OEM ബ്രാൻഡാണ് കൂടുതലും ചെയ്യാറുള്ളത്. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ ഇക്വേഷൻ എന്തായാലും CP+ ഒക്കെ ചെയ്തിരുന്നു. സം ഓഫ് ദ സൈറ്റ്സ് ഇപ്പൊ ചില സൈറ്റുകൾ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇക്വേഷൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഒരു പ്രൊഡക്റ്റിന് മോശം പറയല്ല, സർവീസ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സർവീസ് ഡിലേ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു നമ്മൾ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കൺവീനിയന്റ് ആവണം എന്നുള്ളത്. അപ്പൊ കസ്റ്റമർക്ക് ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആസ് പോസിബിൾ അവർക്ക് അതിന്റെ സർവീസ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന BNX എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. സെക്യൂരിറ്റി അലാറത്തിൽ നമ്മൾ UK ടെക്സിക്കോം എന്ന് പറഞ്ഞിട്ടുള്ള പാനലാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമേഷൻ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഓട്ടോമേഷൻ ടെക് സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ വൈഫൈ സിഗ്ബി ഓട്ടോമേഷനിലാണ് നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്വിച്ചസ് ഉപയോഗിക്കുന്നത്. KNX ഓട്ടോമേഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റലിയുടെ പ്രൊഡക്റ്റ് ആണ് മോസ്റ്റ്ലി നമ്മളെ പ്രൊജക്റ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ ഓഡിയോ വീഡിയോ സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓഡിയോ വീഡിയോ സൊല്യൂഷൻസിൽ നമ്മൾ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലെ തന്നെ നല്ല പ്രൊമിനന്റ് സൗണ്ട് എഞ്ചിനീയേഴ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ മുരളി രാജലക്ഷ്മിയാണ് നമ്മളെ ഒട്ടുമിക്ക പ്രൊജക്ടിന്റെയും സൗണ്ടിന്റെ ബേസും ഓഡിയോ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ആൾ ഒരുപാട് മൾട്ടിപ്ലക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, കൊളാബ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ പ്രൊജക്ടുകളിലെ കൺസൾട്ടേഷൻ, ഓഡിയോ വീഡിയോ കൺസൾട്ടേഷൻ പാർട്ടിൽ മുരളി സാറിന്റെ സേവനമാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേക്കപ്പ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ CCTV സിസ്റ്റംസ്, വീഡിയോ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, LED വാൾസ്, ഇന്ററാക്റ്റീവ് ബോർഡ്സ്, പിന്നെ മൾട്ടി റൂം ഓഡിയോ സിസ്റ്റം. ഇത് കൂടുതൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. നമ്മളെ മൾട്ടി റൂം ഓഡിയോ സിസ്റ്റത്തിൽ എന്താ വെച്ചാൽ നമുക്ക് സിംഗിൾ ആംപ്ലിഫയർ ആണ്. നമുക്ക് ഓരോ റൂമിലും ഓരോ ആംപ്ലിഫയർ വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. സിംഗിൾ ആംപ്ലിഫയർ നമുക്ക് സ്പീക്കേഴ്സുകൾ അലൈൻ ചെയ്തിട്ട് ഓരോ ഈ ആംപ്ലിഫയറിൽ ടോട്ടൽ സ്പീക്കർ വന്നിട്ട് ആ സ്പീക്കറിൽ ഓരോ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൺ ബേസിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പൂൾ ഏരിയ, അല്ലെങ്കിൽ മിയ വാക്കിംഗ് ഏരിയ, നമ്മള് കോമൺ ഏരിയാസ്, കിച്ചൺ, ബെഡ്റൂം, ഇങ്ങനെ സോൺ വൈസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്. കാരണം ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം ആ പേരൻസിന്റെ തോട്ടം ആവില്ല ആ കുട്ടികൾക്ക് ഒരിക്കലും. അപ്പൊ അവർക്ക് അവരുടെ മൂഡിന് ഇഷ്ടപ്പെട്ട സോങ്സോ അല്ലെങ്കിൽ കണ്ടന്റോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയയിൽ അവർക്കത് പ്ലേ ചെയ്യാൻ പറ്റണം. അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് ശല്യം ഉണ്ടാവും ചെയ്യരുത്. അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ എപ്പോഴും ഇവർക്ക് സോൺ സെലക്ട് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ സോണിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് സ്പോട്ടിഫൈന്നോ യൂട്യൂബിന്നോ ഏത് വെച്ചിട്ടും പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഈ മൾട്ടി റൂം ഓഡിയോ സിസ്റ്റത്തിൽ ഉണ്ട്. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ കുറച്ച് റിയൽ ടൈം RTLS എന്ന് പറയും, റിയൽ ടൈം ലൊക്കേഷൻ സിസ്റ്റം. അതിലിപ്പോൾ GPS ട്രാക്കിംഗ്, ഇ-കൊമേഴ്സ്, റീറ്റെയിൽ, ലോജിസ്റ്റിക്സ്, ഇങ്ങനെ കുറച്ച് സംഗതികൾ വരുന്നുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ ഉപയോഗിക്കുന്ന EAS, ആന്റി തെഫ്റ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കൊളാബ് ചെയ്തിട്ടുള്ള മേജർ കുറച്ച് ബ്രാൻഡുകളാണ്. ഞാൻ പറഞ്ഞത് സിസ്കോ നെറ്റ്വർക്കിംഗ് പ്രോഡക്റ്റിൽ നമ്പർ 1 ബ്രാൻഡാണ് US സിസ്കോ. പിന്നെ BNX ഞാൻ പറഞ്ഞു, ക്യാമറ നമ്മൾ ചെയ്യുന്നുണ്ട്, ബെൻക്യൂ. ഇന്റർകോമിൽ നമ്മൾ മെട്രിക്സ്, അതേപോലെ ഗ്രാൻഡ് സ്ട്രീം 2 ഇന്റർകോം ചെയ്യുന്നുണ്ട്. വൈഫൈ സിസ്റ്റം ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലമാണ് വൈഫൈ സൊല്യൂഷൻ. അപ്പൊ ഈ വൈഫൈ സൊല്യൂഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അരൂബയുടെ ആക്സസ് പോയിന്റ് ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം. അപ്പൊ ഇപ്പൊ ഈവൻ ഒരു വലിയ ഹോട്ടലിൽ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ റിസോർട്ടിൽ പോവുകയാണ്, അവിടെയൊക്കെ ഉള്ള ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ വൈഫൈ കണക്ട് ആവും, പക്ഷെ യു ക്യാൻ ഏബിൾ ടു ബ്രൗസ്. അതിന്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ നമ്മൾ ഈ വൈഫൈ ആക്സസ് പോയിന്റിൽ നമ്പർ ഓഫ് യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ 2500 രൂപന്റെ ഒരു അല്ലെങ്കിൽ 3000 രൂപന്റെ ഒരു ആക്സസ് പോയിന്റ് വാങ്ങിയിട്ട് അതിൽ മാക്സിമം 5 അല്ലെങ്കിൽ 6 യൂസറാണ് സൈമിൾട്ടേനിയസ്ലി അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അരൂപയിൽ എന്താ വെച്ചാൽ നമ്പർ ഓഫ് യൂസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25 യൂസേഴ്സ് ആണ്. അപ്പൊ എല്ലായിടത്തും 25 യൂസേഴ്സ് അതിന്റെ ബേസ് ആണ്. അതിൽ 75 യൂസേഴ്സ് ഉണ്ട്, 100 യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹാളിലോട്ട് 100 നമ്പേഴ്സ് ആണ് ഇതിന്റെ ഒക്യുപ്പൻസി കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ ആ 100 നമ്പേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആക്സസ് പോയിന്റ് ആണ് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും മറ്റേ ടൈമിൽ ഇത് ആക്സസ് ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ നമ്മളൊരു 5 പേരുടെ ആക്സസ് പോയിന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ചില പ്രൊജക്റ്റിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് വൈഫൈ ആക്സസ് ചെയ്യും, വൈഫൈ കണക്റ്റഡ് ആണ്, പക്ഷെ ബ്രൗസ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
ഏതായാലും ജസ്റ്റ് കമ്പനിയുടെ ഒരു ഇൻട്രോ തരിക എന്നുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി അതിനുള്ളൊരു ടൈം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരു ഇനി ഈ പറഞ്ഞ പോലെ നമുക്കൊരു 10 മിനിറ്റും കൂടിയേ ടൈമുള്ളൂ. ഒരു Q&A സെക്ഷനിൽ പോവാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാത്തിനും നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട് എന്നല്ല, അല്ലെങ്കിൽ നമ്മളാണ് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് എന്നല്ല. ബട്ട് നമ്മളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വി ഓൾവേസ് കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചാണ്. എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. അല്ലാതെ നമ്മളടുത്തുള്ള ഒരു പ്രൊഡക്റ്റ് അവരെ അടിച്ചേൽപ്പിക്കുന്നുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, മൂവ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് തോന്നും ചില ആർക്കിടെക്ട്സ് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നമ്മളൊരു ബേസ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പറയുന്നത് എന്നേക്കാളും അല്ലെങ്കിൽ നമ്മളെ കമ്പനിയേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആർക്കിടെക്ട്സും മുഖങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അതിവിടെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും. ചെയ്യാൻ പറ്റാത്തതാണ് സ്വാഭാവികമായിട്ടും നമ്മളത് പഠിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സെഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്നോബലിനെ നന്നായിട്ട് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ഥലത്ത് ചെല്ലും അവരുടെ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നിങ്ങളുടെ സൈറ്റിൽ ELV ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. താങ്ക് യു.